ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തിൽ അന്വേഷണത്തിന് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇഡിയും GST വകുപ്പും അന്വേഷണം നടത്തും. അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് മറ്റ് ഏജൻസികൾക്ക് കൈമാറും. എംബസികളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കും. വിശദാംശങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, ഈ ഒരു കസ്റ്റംസ് തുടങ്ങി വെച്ച ഈ ഒരു അന്വേഷണം ഇനി ഇഡിയും GST വകുപ്പും എല്ലാം ഏറ്റെടുക്കുകയാണ്. ഈ കള്ളപ്പണ ഇടപാടിലൊക്കെയും അന്വേഷണം വരികയാണ്. കൂടാതെ ഈ അമിത് ചക്കാലക്കലിന്റെ ഇടപാടുകളുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഈ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ നിരവധി വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലേക്ക് മറ്റ് അന്വേഷണ ഏജൻസികൾ കൂടി അന്വേഷണത്തിനായിട്ട് കടന്നു വരുന്നത്. GST വകുപ്പും ഒപ്പം തന്നെ ഇഡിയും അടക്കം ഇതിലേക്ക് അന്വേഷണം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഈ കസ്റ്റംസ് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ മറ്റ് ഏജൻസികൾക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ഏതായാലും മറ്റ് ഏജൻസികളുടെ അന്വേഷണം ആരംഭിക്കുക. നിലവിൽ ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചിരുന്നതായിട്ട് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, 150ഓളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് മാത്രം എത്തിയിട്ടുള്ളത്. ഇതിൽ 36 വാഹനങ്ങളാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. മറ്റു വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നടന്മാരായിട്ടുള്ള ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വണ്ടി കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിത് ചക്കാലക്കലിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു വാഹനവും, ഇത് ഇയാളുടെ സ്വന്തം വാഹനമാണ്. ഒപ്പം ഇയാളുടെ കെയർ ഓഫിലെത്തിയ ചില വാഹനങ്ങളുണ്ട്. അത് ഗ്യാരേജിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനങ്ങളാണ്. എന്നാൽ അതിന്റെ ഉടമസ്ഥർ മറ്റുള്ളവരാണ് എന്നുള്ളൊരു കാര്യമാണ് അമിത് ചക്കാലക്കൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. ഈ വാഹനങ്ങൾ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്നതിലേക്ക് അടക്കം കടക്കുക. അമിത് ചക്കാലക്കലിന്റെ കൈവശമുള്ള വാഹനം അത് 1999 ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്തതാണ്. 5 വർഷമായിട്ട് അമിത് ഉപയോഗിച്ചു വരുന്നതായിട്ടാണ് അമിത് ചക്കാലക്കൽ നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രേഖകളെല്ലാം കൈവശമുണ്ട്. ചില രേഖകൾ, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വാഹനമായതുകൊണ്ട് ചില രേഖകൾ കൈവശമില്ല. ഇത് ലഭിക്കുന്നതിന് വേണ്ടി വിവരാവകാശം നൽകിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറക്ക് തന്നെ ഇത് കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ളതാണ് ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപേ തന്നെ ഈ അമിത് ചക്കാലക്കലിന്റെ കൈവശം ഈ വാഹനമുണ്ട്. 5 വർഷമായി തന്നെ ഇയാൾ ഈ വാഹനം ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ നവംബറിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. ആ സമയത്ത് തന്നെ ചില രേഖകൾ, കൈവശമുണ്ടായിരുന്ന ചില രേഖകളൊക്കെ അമിത് കൈമാറിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇതിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ ഏതായാലും കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം മറ്റ് ആരുടെയൊക്കെ കയ്യിൽ ഈ മറ്റ് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കസ്റ്റംസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഇപ്പോൾ 36 വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, ഓപ്പറേഷൻ നുങ്കൂറിലൂടെ പരിശോധന കർശനമാക്കുകയാണ്. ദുൽഖർ സൽമാന്റെ 2 കാറുകളും ഈ ഒരു അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്.